ഇന്ന് നമുക്ക് ആഫത്ത് എ ഇഷ്ക് എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, കെയർ ടേക്കർ ആയിട്ടുള്ള നമ്മുടെ കഥാനായിക ലല്ലുവിനാണെങ്കിലോ 30 വയസ്സായിട്ടും ഇതുവരെയും വിവാഹവും നടന്നിട്ടില്ല. അവൾ ആരെയും പ്രണയിച്ചിട്ടുമില്ല. ബുക്കുകളൊക്കെ വായിക്കാൻ ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ലല്ലുവിന്റെ കയ്യിൽ ഒരു ബുക്ക് കിട്ടുകയാണ്, ഒരു ചുവന്ന സുന്ദരിയുടെ കഥ. ആ ഒരു ബുക്കിലാണെങ്കിലോ ആ ചുവന്ന സുന്ദരി പ്രണയിക്കുന്ന എല്ലാവരും മരിച്ചു പോവുകയാണ് ചെയ്യുന്നതും. അവളുടെ അടുത്തേക്ക് വരുന്ന പുരുഷന്മാരെല്ലാം മരണപ്പെടുന്നു. ആ ഒരു ബുക്ക് വായിച്ചതിൽ പിന്നെ ലല്ലുവിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുവാനായും തുടങ്ങി. എന്തെന്നാൽ ലല്ലുവിന്റെ അടുത്തേക്ക് ഏതെങ്കിലും പുരുഷന്മാർ വന്നാലോ, അവളെ ആഗ്രഹിച്ച് ആരെങ്കിലും നോക്കിയാലോ അവരെല്ലാവരും മരണപ്പെടുവാനായും തുടങ്ങി. എന്താണ് കാരണമെന്ന് അവൾക്കറിയാൻ വയ്യ. എന്നാൽ പിന്നീട് ഒരു സമയത്ത് ആ കഥയിൽ പറഞ്ഞ ചുവന്ന സുന്ദരി താനാണെന്നുള്ള സത്യം അവൾ തിരിച്ചറിയുവാനായും തുടങ്ങി. യഥാർത്ഥമായി അവളെ പ്രണയിക്കുന്ന ഒരാൾ വന്നാൽ മാത്രമേ ആ ഒരു ശാപം അവൾക്ക് വിട്ടുമാറൂ. അങ്ങനെ തന്നെ യഥാർത്ഥമായിട്ട് പ്രണയിക്കുന്ന ആളിനു വേണ്ടി കാത്തിരിക്കുന്ന ലല്ലുവിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതോ വലിയ വലിയ അപകടങ്ങളായിരുന്നു. മാത്രവുമല്ല, അവൾക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരാത്മാവും അവളുടെ കൂടെയുണ്ട്. ആരായിരിക്കും ആ ഒരു ആത്മാവ്? എന്തായിരിക്കും ലല്ലുവിന്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കിടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അവിടെ കഥാനായികയെ ലല്ലുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ലല്ലുവിന്റെ ദേഹത്ത് ഒരുപാട് രക്തമൊക്കെയുണ്ട്. ലല്ലുവിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് പിന്നീട് കാണിക്കുന്നതും. ലല്ലുവിന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടു. അവൾ ഒരു അനാഥ പെൺകുട്ടിയാണ്. ആ നാട്ടിലെ തന്നെ ഫേമസ് ആയ ആത്മാറാം എന്നൊരാളുണ്ട്. ഈ ആത്മാറാമാണെങ്കിൽ ഒരിക്കൽ കാല് തന്നെ വീണ് മരണപ്പെട്ടു പോകുന്നു. തന്റെ കൈവശമുണ്ടായിരുന്ന ഫോണിലേക്കാണ് ആത്മാറാമിന്റെ ആത്മാവ് പ്രവേശിച്ചതും. സ്കൂൾ കുട്ടിയായ ലല്ലുവിന് ആ ഫോൺ തറയിൽ നിന്ന് കിട്ടുന്നു. അതോടുകൂടി അവളുടെ കണ്ണിൽ മാത്രമേ ആത്മാറാമിനെ കാണാനാകൂ. അന്ന് മുതൽ ആത്മാറാം ലല്ലുവിനൊപ്പം കൂടുകയാണ്. ഇപ്പോൾ ലല്ലുവിന് 30 വയസ്സായി. അസുഖം ബാധിച്ച് കിടപ്പിലായ ബാഗുജിയുടെ കെയർ ടേക്കറാണ് ഇപ്പോൾ ലല്ലു. ലല്ലുവിന്റെ മറ്റു കൂട്ടുകാരാണ് ബ്യൂട്ടി പാർലറിൽ ജോലിക്ക് നിൽക്കുന്ന സുഹാനിയും പാർലറിന്റെ ഓണറിന്റെ മകനായ പ്രതാപും. പ്രതാപിനോട് ലല്ലുവിന് ചെറിയ ക്രഷ് ഉണ്ട്. 30 വയസ്സായിട്ടും പ്രണയബന്ധമോ വിവാഹമോ ഒന്നും നടക്കാത്തതിന് ലല്ലുവിന് നല്ല സങ്കടവും ഉണ്ടായിരുന്നു. എപ്പോഴും പുസ്തകം വായിച്ച് ആ ഒരു ലോകത്ത് ജീവിക്കുകയാണ് ലല്ലു. ലല്ലുവിനോട് ബാബുജിക്ക് നല്ല സ്നേഹമുണ്ടല്ലോ. അവളുടെ കാര്യമെല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ ലല്ലുവിന്റെ പിറന്നാൾ ഓർത്തു വെച്ചിരുന്ന ബാബുജി അവൾക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന കളക്ഷനിലൊന്ന് ഗിഫ്റ്റായിട്ടും നൽകുന്നു. കൂടാതെ ചെറിയൊരു കേക്കും കൊടുക്കും. ബുക്കുകളൊക്കെ വായിക്കുന്നത് ഒരുപാട് ഇഷ്ടമായിരുന്ന ലല്ലു ബുക്കുകളൊക്കെ വായിച്ച് ഇമാജിനേഷനിലാണ് ജീവിക്കുന്നതും. ഒരിക്കലൊരു ബുക്ക് വായിക്കുമ്പോൾ അതിൽ എഴുതിയിരുന്നത് ആ നാട്ടിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറന്റിന്റെ പേരും അവിടേക്ക് വന്നാൽ നിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരിക്കുമെന്നായിരുന്നു. ഉടനെ തന്നെ ലല്ലു റെസ്റ്റോറന്റിലേക്ക് ബുക്കുമായി പോകും. കുറച്ചു നേരം ബുക്കിൽ മറ്റെന്താണ് എഴുതിയിരിക്കുന്നതെന്നൊക്കെ വായിച്ചു നോക്കുമ്പോൾ അവൾക്കടുത്തേക്ക് ബുക്കിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഒരാൾ വരും. വീരേന്ദ്രൻ. അയാൾ ലല്ലുവിനെ പരിചയപ്പെടുന്നു. ലല്ലുവിന് വീരേന്ദ്രനോട് ഒരു അട്രാക്ഷനൊക്കെ തോന്നും. പക്ഷെ അത് അധികം നേരം പോയില്ല. മറ്റൊരു സ്ത്രീ വീരേന്ദ്രനടുത്തേക്ക് വരുന്നു. അത് അയാളുടെ ഒരു കമ്പനിക്കാരിയായിരുന്നു. അതോടുകൂടി ലല്ലുവിന്റെ ഫ്യൂസ് പോകുന്നു. എന്നാൽ അതേ സമയമായിരുന്നു ബാഗുജി താഴെ വീഴുന്നതും എഴുന്നേൽക്കാനാകാതെ തറയിൽ കിടന്ന് മരണപ്പെട്ടു പോകുന്നതും. ബാഗുജിയുടെ മരണത്തോടുകൂടി ലല്ലു വീണ്ടും ഒറ്റപ്പെട്ടു. മരണത്തിന് വന്ന ബാഗുജിയുടെ സഹോദരിമാരാണെങ്കിലോ ലല്ലുവിനോട് ഇറങ്ങിപ്പോകുവാനായി പറയും. അവർക്ക് ബാഹുജിയുടെ സ്വത്തിലാണ് കണ്ണ്. എന്നാൽ ലല്ലുവിനെ സപ്പോർട്ട് ചെയ്ത് ബാഹുജിയുടെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള ദിലീപിന്റെ മകനായ ഗുഞ്ചൻ എത്തുകയാണ്. പക്ഷേ എന്നാലും ആ 2 സ്ത്രീകളും ലല്ലുവിനെ ഇറക്കിവിടും. തന്റെ സാധനങ്ങളെല്ലാം പിറക്കി പുറത്തേക്കിറങ്ങിയ ലല്ലുവിനടുത്തേക്ക് സുഹാനി എത്തുകയാണ്. അവളുടെ അവസ്ഥയോർത്ത് സുഹാനിക്ക് നല്ല വിഷമമാകും. അതേസമയം താഴേക്ക് വരുന്ന ഗുഞ്ചനെ കണ്ടതും സുഹാനിക്ക് ക്രഷ് അടിക്കും. ഒപ്പം ഗുഞ്ചനും അതുപോലെ തന്നെ ക്രഷ് ഉണ്ടാവുകയാണ്. സങ്കടപ്പെട്ടിരുന്ന ലല്ലുവിനോട് ഗുഞ്ചൻ ഒരു കാര്യം പറയും. ബാഗുജി ആ വീട് ലല്ലുവിന്റെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നതെന്നും ഇനി നിനക്ക് എങ്ങോട്ടും പോകേണ്ടി വരില്ല എന്നും ഗുഞ്ചൻ പറയുന്നു. അത് കേട്ടതും ലല്ലുവിന് ഒരുപാട് സന്തോഷമാകും. ബാക്കി ഫോർമാലിറ്റീസ് വക്കീൽ നോക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാനായും പറഞ്ഞ് വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ടാണ് ഗുഞ്ചൻ പോകുന്നതും. സ്വന്തമായി വീട് കിട്ടിയ സന്തോഷമായിരുന്നു ലല്ലുവിന്. അതുപോലെ തന്നെ കൂടെയുള്ള ആത്മാറാമിനും സന്തോഷമാകും. അത്രയും വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ മടിയായിരുന്നത് കൊണ്ട് തന്നെ ബാഹുജിയുടെ റൂമാണെങ്കിൽ റെന്റിന് കൊടുക്കുവാനായിട്ടും അവൾ തീരുമാനിക്കുന്നു. എല്ലാത്തിനും അഭിപ്രായം ചോദിക്കുന്നത് ആത്മാറാമിനോടാണ്. പക്ഷേ വരുന്നവർ കോൾ ചെയ്യണമെങ്കിൽ ഫോൺ വേണ്ടേ? ഉള്ള ഫോണാണെങ്കിൽ ബാഹുജിയുടെ സഹോദരിമാർ കൊണ്ടുപോയി. ലല്ലുവും ആത്മാറാമും പഴയ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന റൂമാണെങ്കിൽ പരിശോധിക്കും. ഒരു പഴയ ഫോണും കണ്ടെത്തുകയാണ്. എന്നാൽ അതേ സമയം തന്നെ അവിടെ നിന്നും ലല്ലുവിനൊരു ബുക്ക് കിട്ടുന്നു. ചുവപ്പ് ദേവതയുടെ കഥ ഭാഗം 7. ചുവന്ന ദേവത ആരെന്നാൽ അതൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു.
അവളുടെ പേരാണ് സോക്കുസുന്ദരി. സോക്കുസുന്ദരിക്ക് ഒരു കള്ളനോട് ഇഷ്ടം തോന്നി. കള്ളനോട് പ്രണയം തോന്നിയ സോക്കുസുന്ദരി തന്റെ ആഡംബര ജീവിതം ഉപേക്ഷിച്ച് കള്ളനൊപ്പം ജീവിക്കാൻ കാട്ടിലേക്ക് പോയി. എന്നാൽ ആ കള്ളന്റെ ലക്ഷ്യം സോക്കുസുന്ദരിയുടെ സ്വത്തായിരുന്നു. അതിനു വേണ്ടിയിട്ട് കള്ളൻ അവളെ കൊല്ലുവാനായും ശ്രമിച്ചു. എന്നാൽ അത് മനസ്സിലാക്കിയ സോക്കുസുന്ദരി കള്ളനെ പിടിച്ചങ്ങ് തള്ളിയതും കള്ളനാണെങ്കിൽ താഴേക്ക് വീണ് മരണപ്പെട്ടു. അതോടുകൂടി സോക്കുസുന്ദരി കാട്ടിൽ ഒറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാനായും തുടങ്ങി. സോക്കുസുന്ദരിക്ക് ഒരു ശാപവും കിട്ടി. ഏത് പുരുഷനും അവളുടെ അടുത്തേക്ക് സമീപിച്ചാൽ മരണപ്പെടുമത്രേ. അതോടെ സോക്കുസുന്ദരി ഒറ്റപ്പെട്ടു. കഥ വായിച്ച ലല്ലുവിന് സോക്കുസുന്ദരിയോട് പാവം തോന്നും. ലല്ലുവിന് പ്രതാപിനോടൊരു ക്രഷ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പ്രതാപിന് ഇഷ്ടമുള്ള ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുകയാണ്. അതിന്റെ മണമടിച്ച് പ്രതാപാണെങ്കിലോ ലല്ലുവിനടുത്തേക്ക് എത്തി. മനഃപൂർവ്വമാണ് അവൾ അങ്ങനെ ചെയ്തതും. എങ്ങനെയെങ്കിലും പ്രതാപിനെ തന്റെ അടുത്തേക്ക് വരുത്തുക. ഫുഡ് കഴിക്കാനായി ഇരിക്കുകയാണ് പ്രതാപ്. ലല്ലു ഉണ്ടാക്കിയ ഫിഷ് ഫ്രൈ ഇഷ്ടമായ പ്രതാപ് ലല്ലുവിനെ പ്രപ്പോസ് ചെയ്യും. അതോടെ പ്രതാപിന്റെ തൊണ്ടയിൽ മീൻമുള്ളു കുടുങ്ങി പ്രതാപ് മരണപ്പെടുന്നു. സംഭവ സ്ഥലത്തെത്തിയ പോലീസിനോട് നടന്നതെല്ലാം ലല്ലു തുറന്നു പറഞ്ഞു. മീൻമുള്ളു കുടുങ്ങിയാണ് പ്രതാപ് മരണപ്പെട്ടതെന്ന് കണ്ടെത്തിയ പോലീസ് ലല്ലുവിനെ വെറുതെ വിടും. എന്നാലും പോലീസിന്റെ സംശയം തീർന്നില്ല. ലല്ലു ഒരു റൂമാണെങ്കിൽ റെന്റിന് കൊടുത്തല്ലോ. അവിടെ താമസിക്കുവാനായി എത്തിയത് ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. ലല്ലുവിനെ പറ്റി അന്വേഷിക്കുവാനായിട്ട് മറ്റു പോലീസുകാർ അയച്ചതാണ്. വന്ന ഉടനെ തന്നെ ലല്ലു അറിയാതെ അയാൾ അന്വേഷണവും ആരംഭിച്ചിരുന്നു. ഒരിക്കൽ ലല്ലു ഗുഞ്ചനെ കാണുവാനായിട്ട് പോകും. ഈ ഗുഞ്ചനാണെങ്കിൽ സ്ത്രീ വിഷയത്തിൽ മുന്നിലാണ്. സുഹാനിയോടും വഴിവിട്ട ബന്ധമുണ്ട്. ദേ ഇപ്പോൾ ഒരു സോയയാണെങ്കിൽ ഗുഞ്ചനെ കാണുവാനായിട്ട് വന്നതുകൊണ്ട് തന്നെ ലല്ലുവിനടുത്ത് നിന്നും ഗുഞ്ചൻ സോയയ്ക്കടുത്തേക്ക് പോകുന്നു. അത് കാണുന്ന ലല്ലുവിന് ഒരുപാട് സങ്കടമാകുന്നു. മാത്രവുമല്ല സോയയുടെ രൂപവും അവളുടെ കയ്യിലിരുന്ന ബുക്കും ഒക്കെ കണ്ടിട്ട് പുരുഷന്മാർക്ക് നന്നായി ഡ്രസ്സ് ചെയ്യുന്ന പെൺകുട്ടികളാണ് ഇഷ്ടമെന്നും ലല്ലുവിന് മനസ്സിലായി. അതേസമയം പോലീസ് ഓഫീസർ ആണെങ്കിലോ ലല്ലുവിന്റെ റൂമൊക്കെ പരിശോധിക്കുന്നു. ചുവന്ന ദേവതയുടെ ബുക്കും കാണുകയാണ്. ഗുഞ്ചനെ കണ്ടിട്ട് തിരികെ വരുന്ന ലല്ലു ആണെങ്കിലോ സോയയുടെ കയ്യിലിരുന്ന ബുക്കും വാങ്ങും. അതേ ബുക്ക്. ഒരു പെണ്ണ് എങ്ങനെ അട്രാക്റ്റീവായിട്ട് ഡ്രസ്സ് ധരിക്കണം എന്നൊക്കെയായിരുന്നു അതിൽ എഴുതിയിരുന്നത്. തയ്ക്കേണ്ട രീതിയും ഒക്കെ എഴുതിയിട്ടുണ്ട്. വരുന്ന വഴിയിൽ സുഹാനിയെ കാണുകയാണ്. സുഹാനി ലല്ലുവിന് ഒരു ഡേറ്റിംഗ് ആപ്പിൽ അക്കൗണ്ട് എടുക്കുവാനായിട്ടും നിർബന്ധിക്കുന്നു. ഇത്രയും നാളായിട്ടും കല്യാണമായില്ല. മാത്രമല്ല ബോയ് ഫ്രണ്ട്സ് ഒന്നുമില്ല. നിനക്കും ബോയ് ഫ്രണ്ട് ഒക്കെ വേണ്ടേന്ന് ചോദിച്ചും കൊണ്ടാണ് സുഹാനി ലല്ലുവിനെ കൊണ്ട് അക്കൗണ്ട് എടുപ്പിക്കുന്നതും. അക്കൗണ്ട് എടുത്ത ഉടനെ തന്നെ ഇൻട്രസ്റ്റ് അറിയിച്ചും കൊണ്ട് സുനിൽ എന്നൊരാളും എത്തുന്നു. ഈ സുനിലാണെങ്കിൽ ഒരു ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. സുനിലിനാണെങ്കിലോ ഇതുപോലെ തന്നെ ഗേൾ ഫ്രണ്ട്സോ അങ്ങനെ ആരും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ലല്ലുവിനെ തന്റെ ഇൻട്രസ്റ്റ് അറിയിക്കുകയാണ്. എന്നാൽ ലല്ലു ആണെങ്കിലോ എങ്ങനെ അട്രാക്റ്റീവായിട്ട് ഡ്രസ്സ് ധരിക്കാം എന്നൊക്കെ ആ ബുക്ക് നോക്കി പഠിച്ചിട്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു റെഡ് ഡ്രസ്സ് തയ്ച്ചെടുക്കുകയാണ്. അവളാണെങ്കിൽ ആ ഒരു ഡ്രസ്സ് ധരിച്ചപ്പോൾ അതീവ സുന്ദരിയായിരുന്നു. കണ്ണാടിയിൽ നോക്കി അവളുടെ സൗന്ദര്യം അവൾ ആസ്വദിക്കും. ആത്മാറാമും അടിപൊളിയായിട്ടുണ്ടെന്ന് പറയും. അതേസമയം തന്നെ മറ്റൊരു പുരുഷന്റെ അഭിപ്രായം കൂടി അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസറിനോട് അഭിപ്രായം ചോദിക്കുവാനായിട്ട് ചെല്ലും. അവളെ ആ ഒരു വേഷത്തിൽ കണ്ടതും അയാളുടെ കൺട്രോൾ പോവുകയാണ്. അയാളാണെങ്കിൽ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. അതോടുകൂടി താൻ ഈ ഒരു ഡ്രസ്സിൽ അതീവ സുന്ദരിയാണെന്ന് ലല്ലുവിന് മനസ്സിലായി. അങ്ങനെ ലല്ലു ആണെങ്കിലോ സുനിലിനെ കാണുവാനായിട്ടും പോവുകയാണ്. രണ്ടുപേരും ഒരു റെസ്റ്റോറന്റിൽ വെച്ച് കണ്ട് പരിചയപ്പെടുന്നു. അതിനുശേഷം ലല്ലു സുനിലിനെയും കൂട്ടി തന്റെ വീട്ടിലേക്കാണ് എത്തുന്നതും. വീട്ടിലെത്തിയ സുനിലാണെങ്കിലോ നല്ല പവർ വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ടാബ്ലറ്റ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. അത് കഴിക്കുവാനായും തീരുമാനിച്ച സമയത്തായിരുന്നു സുനിലിന് കുടിക്കുവാനായിട്ടുള്ള കോഫിയും എടുത്തുകൊണ്ട് ലല്ലു വരുന്നതും. ലല്ലുവിനെ കണ്ട വെപ്രാളത്തിൽ ഒരുപാട് ഗുളിക തന്റെ കൈതട്ടി തറയിലേക്ക് പോയി. അതെല്ലാം നുള്ളിപ്പിറക്കി അയാൾ വായിലിട്ട് വെള്ളമൊഴിക്കും. ഗുളിക ശരീരത്തിൽ കടന്നതോടുകൂടി അയാളുടെ കൺട്രോൾ മുഴുവൻ പോയി. അയാളാണെങ്കിൽ എന്തൊക്കെയോ കാണിക്കുകയാണ്. അവസാനം ലല്ലുവിനടുത്തെത്തിയിട്ട് ഞാൻ ആദ്യമായിട്ടാ ഇത്രയും അടുത്തൊരു പെൺകുട്ടിയുടെ അടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ലല്ലുവിന്റെ ദേഹത്തേക്ക് വീഴുന്നു. അയാൾ മരണപ്പെട്ടിരിക്കുകയാണ്. ലല്ലുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ പഴയതുപോലെ തന്നെ പോലീസുകാരാണെങ്കിൽ കേസ് അന്വേഷിക്കുവാനായും എത്തിയല്ലോ. എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് അയാൾ മരണപ്പെട്ടതെന്ന് പോലീസ് കണ്ടെത്തുന്നു. അതോടുകൂടി സുനിലിന്റെ മരണത്തിനും ലല്ലുവിനൊരു പങ്കുമില്ല എന്നുള്ള കാര്യവും തെളിയുകയാണ്. എന്നാൽ ലല്ലുവിന്റെ മനസ്സിലാണെങ്കിലോ ആ ഒരു ചുവപ്പ് സുന്ദരി താനാണോ എന്ന് തോന്നലുണ്ടാകുന്നു. അവൾ അതുപോലെയുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടു. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതും. അവളാണെങ്കിൽ പൊട്ടിക്കരയുവാനായും തുടങ്ങി. ആത്മാറാമിനോട് പറയുന്നുണ്ട്, ഞാനാണോ ഒരു ചുവപ്പ് സുന്ദരി? എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. ഇതിന് പിന്നിൽ എന്താണെന്ന് എനിക്ക് കണ്ടെത്തണമെന്ന് തീരുമാനിച്ച് അവൾ ഉടനെ തന്നെ ലൈബ്രറിയിലേക്ക് പോവുകയാണ്. ലൈബ്രറിന് അത്യാവശ്യം ജോത്സ്യമൊക്കെ വശമുണ്ട്. അതുകൊണ്ട് തന്നെ ലല്ലുവിനെ കണ്ടതും അവർ പറയും, നിന്റെ ദേഹത്ത് പിശാചുണ്ട്, അതുകൊണ്ടാ നിനക്ക്
നിനക്കോരോ കാര്യങ്ങൾ സംഭവിക്കുന്നത്. നിന്റെ ദേഹത്ത് പിശാചുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ലല്ലു പറയുന്നതോ, പിശാചിന്റെ കാര്യമൊന്നും എനിക്കറിയണ്ട, ചുവന്ന ദേവതയെ സംബന്ധിച്ച ബുക്ക് എനിക്ക് വേണം, അത് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് അവൾ ബഹളമുണ്ടാക്കുന്നതും. അതേസമയം തന്നെ അവിടെ ഇലക്ട്രിക് പണിക്ക് വന്നിരുന്ന ഒരു പയ്യനാണെങ്കിലോ ഏണിയുടെ മുകളിൽ കയറി നിൽക്കുകയായിരുന്നു. അവൻ ലല്ലുവിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നിന്നതും ഉടനെ തന്നെ അവൻ ഏണിയിൽ നിന്നും തറയിൽ വീണ് മരണപ്പെട്ടു പോകുന്നു. അതോടുകൂടി ലല്ലുവിന് എന്ത് ചെയ്യണമെന്നറിയാതെയായി. അവൾ അവിടെ നിന്നും ഇറങ്ങി ഓടും. ഓടുന്ന വഴിയിൽ അവളുടെ സൗന്ദര്യത്തെ ആരൊക്കെ ആസ്വദിക്കുന്നോ അവരെല്ലാവരും മരണപ്പെടുകയാണ്. വീരേന്ദ്രന്റെ കയ്യിൽ അവളുടെ ഷോൾ കിട്ടി. വീരേന്ദ്രനും അവിടെ വെച്ച് മരണപ്പെടുന്നു. മറ്റൊരാളും അവളെ കണ്ട് നോക്കി നിൽക്കുന്നതും അയാളും മരണപ്പെടുകയാണ്. പോകുന്ന വഴിയിൽ ആരൊക്കെ അവളെ ആസ്വദിക്കുന്നോ അവരെല്ലാവരും മരണപ്പെടും. റൂമിൽ വന്ന് ആരും കാണാതെ അടച്ചിരുന്ന് കരയുകയാണ് ലല്ലു. അതേസമയമായിരുന്നു ആ ഒരു പോലീസ് ഓഫീസർ ലല്ലുവിനെ കാണുവാനായിട്ട് വരുന്നതും. എൻ്റെ അടുത്തേക്ക് വരരുത്, എൻ്റെ അടുത്ത് വരുന്നവരെല്ലാം മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇനി നിങ്ങൾക്കും അങ്ങനെ സംഭവിക്കുമെന്ന് അവൾ പറഞ്ഞ് കരയുന്ന സമയം തന്നെ അയാൾ അതൊന്നും കേൾക്കാതെ അകത്തേക്ക് കയറി വരുന്നു. ലല്ലുവിനോട് പോലീസ് ഓഫീസർ ചോദിക്കും, നീ ഈ ഒരു പുസ്തകം മുഴുവനായും വായിച്ചായിരുന്നോ? വായിച്ചെന്നായിരുന്നു അവൾ പറഞ്ഞതും. എന്നാൽ പോലീസ് ഓഫീസർ പറയും, ഈ ഒരു പുസ്തകം മുഴുവനായി വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദേവതയെ ഒരാൾ ആത്മാർത്ഥമായി പ്രണയിച്ചു കഴിഞ്ഞാൽ ദേവതയുടെ ശാപം മുഴുവൻ മാറുമെന്നാണ്. എന്നാൽ അത് കേട്ട് ലല്ലുവിനാണെങ്കിൽ ഒരു സമാധാനമാകും. അവളെ പ്രണയിക്കുവാനായിട്ടും ആരെങ്കിലും വരുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നു. തന്റെ ജീവിതത്തിലും യഥാർത്ഥമായി പ്രണയിക്കുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തനിക്കും ആ ശാപം മാറുമെന്ന് അവൾ വിശ്വസിക്കുന്നു. കാരണം ആ ഒരു പുസ്തകത്തിൽ പറഞ്ഞ ആ ദേവത താനാണെന്നാണ് അവൾ കരുതിയിരിക്കുന്നതും. അങ്ങനെയാണ് അവൾ ജീവിക്കുന്നത് പോലും. അങ്ങനെ അവളെ പ്രണയിക്കുവാനായിട്ട് ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയിൽ തന്നെ ജീവിക്കുകയായിരുന്നു. പക്ഷേ അതേസമയം പോലീസ് ഓഫീസർക്ക് നമ്മുടെ ലല്ലുവിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ പോലീസ് ഓഫീസർ പുറത്തു പോയ സമയം ഗുഞ്ചനാണെങ്കിലോ വാഷ്റൂമിൽ പോകുവാനുള്ള അത്യാവശ്യത്തിന് നേരെ ഓടി കയറിയത് സുഹാനിക്കടുത്തേക്ക്. എന്നാൽ സുഹാനിക്ക് ഇപ്പോൾ ഗുഞ്ചന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഗുഞ്ചനെ ഒഴിവാക്കി സുഹാനി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ആകെയുള്ളത് ലല്ലുവിന്റെ വീടാണല്ലോ, അതുകൊണ്ട് തന്നെ ലല്ലുവിന്റെ വീട്ടിലെ വാഷ്റൂമിലേക്ക് ചെന്ന് കയറും. അതേസമയമായിരുന്നു ലല്ലു ആണെങ്കിലോ ആ ഒരു പോലീസ് ഓഫീസറിന്റെ റൂമിലൊക്കെ ചെല്ലുന്നതും. അപ്പോൾ അവിടുത്തെ വാഷ്റൂമിൽ നിന്നും ശബ്ദം കേൾക്കുന്നത് കേട്ട് പോലീസ് ഓഫീസർ ആയിരിക്കുമെന്ന് കരുതി ഗുഞ്ചനടുത്തേക്ക് ഓടിയെത്തുകയാണ് ലല്ലു. ഗുഞ്ചനാണെന്ന് മനസ്സിലാക്കിയതും നിങ്ങളായിരുന്നോ എന്ന് അവൾ ചോദിക്കും. എന്നാൽ ഗുഞ്ചന് ലല്ലുവിനെ കണ്ടതും അവൾ ആ ഒരു അടിപൊളി വേഷത്തിൽ നിൽക്കുന്നത് കണ്ടതും ലല്ലുവിനോട് പ്രണയം തോന്നുന്നു. അതൊരു പ്രണയമല്ല, ഒരു അട്രാക്ഷൻ ആയിരുന്നു. ഗുഞ്ചനാണെങ്കിൽ അവളെ പുകഴ്ത്തിയാണ് സംസാരിക്കുന്നതും. അങ്ങനെ ഗുഞ്ചൻ അവളോട് ചെറിയൊരു പ്രേമമുണ്ടെന്നൊക്കെ അവൾക്ക് തോന്നുന്നു. രണ്ടുപേരും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുകയാണ്. എന്നാൽ ഗുഞ്ചന്റെ താല്പര്യം എന്താണെന്ന് ലല്ലുവിന് മനസ്സിലായല്ലോ. ഉടനെ തന്നെ ലല്ലു പറയും, എനിക്കിതിനൊന്നും താല്പര്യമില്ല. കാരണം എൻ്റെ അടുത്തേക്ക് ആര് വന്നു കഴിഞ്ഞാലും അവർ ഉടനെ തന്നെ മരണപ്പെടും. അതെന്റെ ശാപമാ, ഞാൻ ആ ദേവത എന്നുള്ള കാര്യം അവൾ തുറന്നു പറയുന്നു. പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് കുഞ്ചനാണെങ്കിൽ വളരെ തമാശയോട് കൂടിയാണ് കേട്ടിരിക്കുന്നത്. ഇത് വെറും തമാശയില്ല, സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ചുവന്ന ദേവതയുടെ കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നു. എന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ ശാപം മാറും. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കാനാകുമോ എന്നൊക്കെയാണ് ഗുഞ്ചനോട് ലല്ലു ചോദിക്കുന്നതും. അങ്ങനെ കഥ പറഞ്ഞ് രണ്ടുപേരും അവിടെ കിടന്നുറങ്ങിപ്പോയി. അതേസമയം തന്നെ ഗുഞ്ചനും ലല്ലുവും ഒക്കെ വരുന്നതെല്ലാം ആ ഒരു പോലീസ് ഓഫീസർ കാണുന്നുണ്ട്. അയാൾക്കാണെങ്കിൽ വല്ലാത്ത വിഷമം. ലല്ലുവിനോട് പോലീസ് ഓഫീസർക്ക് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണ്. അതുകൊണ്ട് തന്നെ ലല്ലുവും ഗുഞ്ചനും ടൈം സ്പെൻഡ് ചെയ്യുന്നതൊന്നും പോലീസ് ഓഫീസറിന് ഇഷ്ടമാകുന്നില്ല. അതൊന്നും മൈൻഡ് ചെയ്യാതെ അദ്ദേഹത്തിന്റെ റൂമിലിരിക്കുകയായിരുന്നു. അങ്ങനെ രണ്ടാളും ഉറങ്ങിക്കഴിഞ്ഞതും ഉടനെ തന്നെ ഗുഞ്ചന്റെ ഫോൺ റിങ് ചെയ്യും. വിളിച്ചത് സോയയായിരുന്നു. സോയയ്ക്ക് എത്രയും വേഗം ഗുഞ്ചനെ കാണണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഗുഞ്ചനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലല്ലു അറിയാതെ അവിടെ നിന്ന് പോവുകയാണ്. ഗുഞ്ചൻ പോയ കാര്യം മനസ്സിലാക്കിയ പോലീസ് ഓഫീസർ ആണെങ്കിൽ ലല്ലുവിനടുത്തേക്ക് എത്തി. എന്നിട്ട് പേപ്പറിൽ എന്തോ ചെറിയ നോട്ട് എഴുതി വെച്ചിട്ട് അവൾക്ക് ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവന്ന് മൂടി കൊടുക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണരുന്ന ലല്ലു കരുതുന്നത് അവൾക്ക് പുതപ്പൊക്കെ മൂടി കൊടുത്തത് ഗുഞ്ചനായിരിക്കുമെന്നാണ്. എന്നിട്ടൊരു നോട്ടും അവിടെ എഴുതി വെച്ചിരുന്നില്ലേ, അതിലെഴുതിയിരുന്നത് നീ ഒരു ഏലിയനാണ്, അതുകൊണ്ട് തന്നെ നിനക്കിവിടെ ജീവിക്കാൻ പറ്റില്ല, നീ എന്നോടൊപ്പം വരുന്നു എന്നാണ് അതിലെഴുതിയിരുന്നതും. ഗുഞ്ചനാണത് എഴുതിയതെന്ന് കരുതി അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അതുകൊണ്ട് തന്നെ ഗുഞ്ചന് വേണ്ടിയിട്ട് അവൾ പ്രത്യേകം കേക്കൊക്കെ ഉണ്ടാക്കുകയായിരുന്നു. എന്നാൽ ഗുഞ്ചനാണെങ്കിലോ സോയയുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. രണ്ടുപേരും ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്ന സമയവും ഗുഞ്ചന്റെ ചിന്ത മുഴുവൻ ലല്ലു പറഞ്ഞ കുറേ കാര്യങ്ങളിലാണ്. അവളെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളുടെ ശാപം മാറുമെന്നൊക്കെ പറഞ്ഞത്. അത് കാരണം സോയയുടെ അടുത്ത് നിന്നും നേരെ ഗുഞ്ചൻ ലല്ലുവിനെ കാണുവാനായിട്ട് പോകുന്നു. എന്നാൽ ഈ ഗുഞ്ചനെ ഫോളോ ചെയ്ത് ഒരു ജോക്കർ പിന്നാലെയുണ്ട്. ജോക്കറിന്റെ വേഷം ധരിച്ച ആൾ.
ലല്ലുവിന്റെ വീട്ടിലെത്തി ഗുഞ്ചൻ കോളിംഗ് ബെല്ലടിക്കും. അതേ സമയമായിരുന്നു ഗുഞ്ചനെ ഫോളോ ചെയ്തിട്ട് ആ ഒരു ജോക്കറിന്റെ വേഷം ധരിച്ച ആളും എത്തുന്നത്. അയാളാണെങ്കിലോ ഗുഞ്ചൻ അറിയാതെ പിന്നിലൂടെ വന്നിട്ട് ഗുഞ്ചന്റെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കുന്നു. കഥക് തുറക്കുമ്പോൾ ലല്ലു കാണുന്നതോ ലല്ലുവിന്റെ ദേഹത്തോട് വീഴുന്ന ഗുഞ്ചനെയാണ്. വെറും തമാശയാണെന്നാ ലല്ലു കരുതിയിരുന്നത്. എന്നാൽ പിന്നീടാണ് ഗുഞ്ചന്റെ കഴുത്തിൽ നിന്നും ബ്ലഡ് പോകുന്നതൊക്കെ അവൾ അറിഞ്ഞതും. ഗുഞ്ചൻ മരിച്ചിരിക്കുന്നു. അതോടുകൂടി ലല്ലു പൊട്ടിക്കരയുകയാണ്. അവളുടെ ശബ്ദം സത്യമാണെന്ന് തന്നെ അവൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഗുഞ്ചൻ കഴുത്തിൽ കുത്തേറ്റ് മരിച്ചതുകൊണ്ടാണ് ലല്ലുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നതും. അങ്ങനെ പോലീസുകാരാണെങ്കിൽ അവളെ ഒരുപാട് ചോദ്യം ചെയ്യും. അപ്പോഴെല്ലാം അവൾ പറയുന്നത് അവൾ ചുവന്ന ദേവതയാണെന്നും അവൾക്ക് ശാപമുണ്ടെന്നും അവളുടെ അടുത്തേക്ക് ആരൊക്കെ സമീപിക്കുന്നോ ആ പുരുഷന്മാരെല്ലാം മരണപ്പെടും എന്നൊക്കെയാണ് അവൾ പറയുന്നതും. ഇതെല്ലാം കേട്ട് ആ ഒരു പോലീസ് ഓഫീസറിന് വല്ലാതെ പേടിയാകുന്നു. അതേസമയമായിരുന്നു ഇവരെല്ലാം പറഞ്ഞുവിട്ട മറ്റേ ഒരു CBI ഉദ്യോഗസ്ഥനുണ്ടല്ലോ ലല്ലുവിന്റെ വീട്ടിൽ താമസിക്കുന്ന ആ ഒരു പോലീസ് ഓഫീസർ അവിടേക്ക് വരുന്നതും. എന്നിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തിയിട്ട് പറയും, ഈ ഒരു കാര്യത്തിൽ ലല്ലു നിരപരാധിയാണ്, കൊന്നത് മറ്റൊരാളാ, അയാളുടെ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് തെളിവുകളെല്ലാം പോലീസ് ഓഫീസറിന് സമർപ്പിക്കുന്നു. അതോടുകൂടി ലല്ലു നിരപരാധിയാണെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. ഞാനെങ്കിൽ ലല്ലുവിനെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കും. അതിൽ നിന്നും ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ലല്ലുവും തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ള കാര്യം മറ്റേ ഉദ്യോഗസ്ഥന് മനസ്സിലായി. അയാളാണെങ്കിൽ കൊണ്ടുപോയിക്കോളാനും പറയുന്നു. അങ്ങനെ ഈ ഒരു പോലീസ് ഓഫീസർ ആണെങ്കിലോ ലല്ലുവിനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ലല്ലുവിനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും പോലെയൊക്കെ സംസാരിക്കുന്നു. എന്നാലും ലല്ലുവിന്റെ മനസ്സ് മുഴുവൻ ആ ഒരു ചുവന്ന ദേവതയുടെ കഥയായിരുന്നു. ലല്ലുവിന് ഫുഡ് വാങ്ങുവാനായിട്ട് പോലീസ് ഓഫീസർ പുറത്തു പോയ സമയം ലല്ലു ആണെങ്കിലോ അവിടെ ഉണ്ടായിരുന്ന ഉറക്കഗുളിക മുഴുവൻ എടുത്ത് കഴിക്കുന്നു. അവളുടെ ബോധവും പോവുകയാണ്. പിന്നീട് അവൾ ഉണരുമ്പോൾ മറ്റൊരു ലോകത്തായിരുന്നു. അവളുടെ ഒപ്പം ആത്മാറാമും ഉണ്ട്. ഇപ്പോൾ ആത്മാറാം സംസാരിക്കുന്നതെല്ലാം ലല്ലുവിന് കേൾക്കാൻ പറ്റും. മുൻപ് പറ്റില്ലായിരുന്നു. നീ സംസാരിക്കുന്നതെല്ലാം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ ആത്മാ, അപ്പോൾ ഞാനും മരിച്ചു എന്ന് ചോദിക്കും. അതെ, നീ മരിച്ചു, നീ ഇപ്പോൾ എന്റെ ലോകത്ത് വന്നിരിക്കുകയാണെന്നും ആത്മാറാം പറയുന്നു. എന്നിട്ട് ആത്മാറാമാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയും. എന്തെന്നാൽ ആത്മാറാമിന് ലല്ലുവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നു മുതൽ ആത്മാറാമിന്റെ ഫോൺ ലല്ലുവിന്റെ കയ്യിൽ കിട്ടിയോ അന്നു മുതൽ ലല്ലുവിന്റെ പിന്നാലെ നടക്കുകയായിരുന്നല്ലോ ആത്മാറാം. അന്നു മുതൽ തന്നെ ആത്മാറാം ലല്ലുവിനെ പ്രണയിക്കുകയാണ്. പക്ഷേ രണ്ടുപേർക്കും ഒന്നിക്കാൻ കഴിയില്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെയാണ് ലല്ലുവിനടുത്തേക്ക് ഏതൊക്കെ പുരുഷന്മാർ സമീപിക്കുമോ അവരെ എല്ലാവരെയും കൊന്നുകളഞ്ഞത് ഈ ആത്മാറാം തന്നെയാണ്. അല്ലാതെ ലല്ലുവിന്റെ ശാപമോ അവൾ ചുവന്ന ദേവതയോ ഒന്നും തന്നെയല്ല. ആത്മാറാമാണ് എല്ലാവരെയും കൊന്നുകളഞ്ഞത്. ലല്ലു ചുവന്ന ദേവതയാണെന്നും അവളുടെ മേലൊരു ശാപമുണ്ട്, അതുകൊണ്ടാണ് അവൾക്കടുത്തേക്ക് വരുന്ന പുരുഷന്മാരെല്ലാം മരണപ്പെടുന്നതെന്ന് തോന്നൽ അവളുടെ മനസ്സിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചുവന്ന ദേവതയുടെ ബുക്ക് അവളുടെ കൺമുന്നിലേക്ക് ആത്മാറാം എത്തിച്ചതും. അങ്ങനെയാകുമ്പോൾ ഒരിക്കലും മറ്റൊരു പുരുഷനെയും ലല്ലു സ്നേഹിക്കത്തില്ലല്ലോ. ലല്ലു എപ്പോഴും ആത്മാറാമിനൊപ്പം തന്നെ കാണും. അത് തന്നെയായിരുന്നു ആത്മാറാമിന്റെ ഉദ്ദേശം. ഒരു ചിന്തയും ഇല്ലാതിരുന്ന ലല്ലുവിന്റെ മനസ്സിലേക്ക് പ്രണയത്തിന്റെ വിത്ത് പാകി എന്നൊരു കാരണത്താലാണ് ബാഹുജിയെയും ആത്മാറാം കൊന്നുകളഞ്ഞത്. ഇതെല്ലാം കേട്ടിട്ട് ലല്ലു ഞെട്ടിപ്പോകും. ലല്ലു പറയുന്നത്, നീ ഒരു ആത്മാവ്, നിനക്കൊരിക്കലും എന്നെ പ്രണയിക്കാൻ കഴിയില്ല. മാത്രമല്ല ഞാൻ നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നൊക്കെയാണ് ലല്ലു ആത്മാറാമിനോട് പറയുന്നതും. പക്ഷെ ആത്മാറാമാണെങ്കിലോ അതൊന്നും കേൾക്കുവാനായിട്ട് കൂട്ടാക്കുന്നില്ല. ലല്ലുവിനെ അവന് വേണം. അവന്റെ ലോകത്തേക്ക് അവളെ കൊണ്ടുപോകുവാനായിട്ടാണ് അവൻ ശ്രമിക്കുന്നതും. എന്നാൽ ലല്ലുവിനാണെങ്കിലോ ജീവനുണ്ട്. പുറത്തു പോയിട്ട് വന്ന പോലീസ് ഓഫീസർ കാണുന്നത് ഉറക്കഗുളിക കഴിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ലല്ലുവിനെയാണ്. പക്ഷേ അവൾ മരിച്ചിട്ടില്ല. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പോലീസ് ഓഫീസർ തീരുമാനിക്കുന്നു. പക്ഷേ അവളുടെ അടുത്തേക്ക് എത്താത്ത വിധം ആത്മാറാം അയാളെ തടയും. കൊല്ലുവാനൊക്കെ ഒരുപാട് ശ്രമിക്കുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ആത്മാറാമാണെങ്കിൽ ലല്ലുവിനടുത്തേക്ക് എത്തി. ലല്ലുവിനെ ഒരുപാട് കുലുക്കി വിളിക്കുമെങ്കിലും അവൾ ഉണരുന്നതേയില്ല. എന്നാൽ മറ്റൊരു ലോകത്തിരിക്കുന്ന ആത്മാറാമാണെങ്കിൽ ലല്ലുവിനോട് പറയും, ആ പോലീസുകാരനില്ലേ, അയാൾ നിന്നെ ആത്മാർത്ഥമായിട്ടാ പ്രണയിക്കുന്നത്. പക്ഷേ ഒരിക്കലും ഞാൻ അവന് വിട്ടുകൊടുക്കില്ല, അവനെ ഞാൻ കൊല്ലുമെന്നൊക്കെ ആത്മാറാം ലല്ലുവിനോട് പറയുന്നു. പക്ഷെ ലല്ലു ഒരുപാട് തടയുവാനായി നോക്കും. ആത്മാറാമാണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല. ലല്ലുവിനെ എങ്ങനെയെങ്കിലും ആത്മാറാമിന് സ്വന്തമാക്കണം, അത് തന്നെയാണ് ഒരേ ഒരു ലക്ഷ്യവും. അതേസമയം തന്നെ ഈ പോലീസ് ഓഫീസർ ആണെങ്കിൽ അവളുടെ കഴുത്തിൽ ഗുളിക കുടുങ്ങിയെന്നത് മനസ്സിലാക്കി തന്റെ കൈ കൊണ്ട് നെഞ്ചിൽ ആഞ്ഞിടിക്കും. അതോടുകൂടി ആ ഒരു ഗുളിക അവളുടെ വായിൽ നിന്ന് പുറത്തു വരുന്നു. മറ്റൊരു ലോകത്തിരുന്ന ലല്ലുവിനും ചുമ വരുന്നത് കാരണം പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അവൾ മാഞ്ഞു പോകുന്നു. ദേ ഇവിടെ ലല്ലുവിന് ജീവൻ വന്നിരിക്കുകയാണ്. അവൾക്ക് ജീവൻ വന്നതും പോലീസ് ഓഫീസറിന്റെ ബോധവും പോയി. അവൾ ഉടനെ തന്നെ പോലീസ് ഓഫീസറിനെ കുലുക്കി വിളിക്കും. കാരണം അയാൾക്കാണ് അവളോട് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമെന്ന് അവൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. മാത്രമല്ല താനല്ല ഒരു ചുവന്ന ദേവതയെന്നും ഇതിനെല്ലാം പിന്നിൽ ആത്മാറാമാണെന്നുമുള്ള കാര്യം ലല്ലുവിന് മനസ്സിലായി. മാത്രമല്ല ഇതോടുകൂടി അവളെ യഥാർത്ഥമായി പ്രണയിക്കുന്ന ഒരാളിനെയും അവൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പോലീസ് ഓഫീസറിനെ വിവാഹം കഴിച്ച്
വെച്ച് ജീവിക്കുവാനായിട്ടും ലല്ലു തീരുമാനിക്കുന്നു. സത്യത്തിൽ ഗുഞ്ചൻ മരണപ്പെടുവാനായിട്ട് കാരണം സോയയുടെ ഹസ്ബൻഡ് കൊട്ടേഷൻ കൊടുത്തതാണ്. അങ്ങനെയാണ് ഒരു ജോക്കറിന്റെ വേഷം കെട്ടി അയാൾക്ക് കൊട്ടേഷൻ കൊടുത്തതും അയാൾ പറഞ്ഞതുപോലെ തന്നെ ഗുഞ്ചനെ കൊന്നുകളഞ്ഞതും. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. പോലീസ് ഓഫീസറിനെ വിവാഹം കഴിച്ച് ലല്ലുവിന് ഇപ്പോൾ ഒരു പെൺകുട്ടിയുമുണ്ട്. രണ്ടുപേരും അവരുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. എന്നാൽ ഇവരോടൊപ്പം ആത്മാറാമുമുണ്ട്. ആത്മാറാം എത്രത്തോളം ഇവരോടൊപ്പം ഉണ്ടെങ്കിലും അയാളുടെ മനസ്സ് മുഴുവൻ ലല്ലുവിന്റെ മേലാണ്. ലല്ലുവിനെ ഫോളോ ചെയ്താണ് ആത്മാറാം പോകുന്നതും. അങ്ങനെ ലല്ലു ആഗ്രഹിച്ചതുപോലെ തന്നെ അവളെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന ഒരാളെ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ലല്ലു സന്തോഷമായിട്ട് കുടുംബജീവിതം നയിക്കുന്നതും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.